എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ഓറിയോൺ മോളിൽ പോവാണ്. എൻ്റെ ആഗ്രഹമാണ് അങ്ങോട്ടേക്ക് പോകണമെന്ന്. പിന്നെ ദസറ വീക്കും ദീപാവലി വീക്കും ഒക്കെ അല്ലായിരുന്നു. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ആ ഒരു ഏരിയയിൽ മുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ട്. അതാണ് പോകാനുള്ള ത്വര കൂടാൻ കാര്യം, വേറൊന്നുമല്ല. പിന്നെ വീക്ക് ഡേയ്സിൽ നമുക്ക് പോകാനേ കഴിയില്ല. ഈ റൂട്ടിലെങ്ങും വരാനേ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ്സാണ് നോക്കിയത്. അപ്പോൾ ഞങ്ങളൊരു 7 മണി 7:30 ആയപ്പോൾ ഇറങ്ങി 8:15 ആയപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ്സ് ആയിട്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നാലും സാധാരണ ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ വെച്ച് നോക്കുമ്പോൾ നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് വലിയ സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഏരിയ വരുമ്പോൾ ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞ് നല്ല സോപ്പിൻ്റെ മണം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. കയറുമ്പോൾ തന്നെ ഒരു സൂത്രമുണ്ട് കേട്ടോ, എല്ലാവരും കണ്ടോ കേട്ടോ. എനിക്കിതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. വാവ്, അടിപൊളിയല്ലേ! ഇത് കാണാനാണ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഏതായാലും ഇതൊക്കെ തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വരാനും കാണാനും പറ്റിയതിന് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. ഞങ്ങൾ ഇനിയും പോകുമ്പോൾ ഒക്കെ ലൈറ്റിംഗ് ഒക്കെ പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരെ പോകുന്നു പാർക്കിങ്ങിലേക്ക് കേട്ടോ. ഫുൾ ഏരിയ ലൈറ്റ് ഇട്ടങ്ങ് സെറ്റ് ചെയ്തേക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. നൈറ്റ് വന്ന് കാണാനായിരുന്നു ഭംഗി കേട്ടോ. ഞങ്ങൾ രാവിലെയൊക്കെ വരാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏതായാലും രാത്രിയായി. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, എൻജോയ് ചെയ്യാനും പറ്റി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അത്യാവശ്യം നല്ല വലിയ മോളൊക്കെ കേട്ടോ. 3-4 നിലയോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന വലിയ ബിൽഡിങ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെയാണ് അടിപൊളി വ്യൂ എന്ന് പറയുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സത്യം പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കണ്ടു കേട്ട് പോരാനും ഒക്കെ പറ്റിയായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ് ഇട്ടങ്ങ് സെറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, രക്ഷയില്ലായിരുന്നു. നൈറ്റ് വന്നുകൊണ്ടാണ് നമുക്കിത് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. രാവിലെ വന്നിതൊന്നും കാണാൻ ഇങ്ങനെ ഇത്രയും ഒരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ഇവിടെ നിന്ന് കേട്ടോ. കാരണം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കുറേ നേരം നിൽക്കാനും നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു മോളിനെക്കാട്ടും തിരക്ക് പുറത്താന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറിയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ കീബോർഡ്, മൗസ്, റിമോട്ട് അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവം കേട്ടോ. എനിക്ക് ആദ്യം ഫസ്റ്റ് ലുക്ക് നമുക്ക് മനസ്സിലാവില്ല, അടുത്ത് പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതും കണ്ട് നേരെ ഇനി മുകളിലേക്ക് കയറി. മുകളിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. എനിക്കൊന്ന് 2-3 നിലയോളം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഫ്ലോറും ഒന്ന് കയറി ഇറങ്ങി കണ്ടു. പിന്നെ അത്യാവശ്യം എന്തൊക്കെയോ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. മുകളിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മോളിൽ വന്നു, എല്ലാം കണ്ടു, ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ലിഫ്റ്റ് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. പോകുന്ന വഴിയിലാണ് ഞങ്ങളൊരു സംഭവം കണ്ടത്, ലുലു മോള്. എപ്പോഴും പറയുന്നത് കേൾക്കാം ബാംഗ്ലൂർ ലുലു മോളുണ്ട്, പക്ഷേ എവിടെയാണെന്ന് മാത്രം അറിയാം. ഇച്ചൻ എപ്പോഴും പറയും ഭയങ്കര ദൂരം അടിയെന്ന് പറയും. പക്ഷേ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയും ദൂരമാണ് ഇപ്പോഴാട്ടോ മനസ്സിലായി ലുലു മോള്. എൽട്രോൺ സിറ്റിയിൽ M5 മോൾ വന്നപ്പോൾ അതിനകത്ത് ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാംഗ്ലൂർ ലുലു ഉണ്ടെന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാം, പക്ഷേ ഇത്രയും ദൂരമാണ് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഇതാണ് വിജയ് സൗദ എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡ് മേടിക്കാൻ വന്നു. മുത്തശ്ശി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ബാംഗ്ലൂരിൽ അത്യാവശ്യം ഫേമസ് ആയ നല്ല കുറേ മലയാളി റെസ്റ്റോറൻറ്റ് കേട്ടോ. ഒന്ന് ഈറ്റില്ലം, പിന്നെ മുത്തശ്ശി, ഇങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ മനസ്സിലാകും. ബാംഗ്ലൂർ ഉള്ളവരും മുത്തശ്ശിയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. എല്ലാം കൊണ്ടും അടിപൊളി ദിവസമായിരുന്നു. ഏതാ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഒറിയൻ മോളിൽ പോകാനും അത് കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി. എല്ലാവരും വീഡിയോ കാണുക. അതെ, എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.